Sallallahu ala Muhammad sallallahu alayhi wa sallam. Sallallahu ala Muhammad sallallahu alayhi wa sallam. നൽകിയ സർവനിർദ്ദേശങ്ങളും പഠിപ്പിച്ച മതമാണല്ലോ പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ഒരു പോരായ്മ കാണിക്കാനില്ലാത്ത മതം അല്ലേ? എന്തൊരു സുന്ദരമായ മതമാണ്. അല്ലാഹ് ദീനിലായി ജീവിച്ച് ദീനിലായി ആഖിബത്ത് നന്നായി മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെയും ഇഷ്ടപ്പെടുന്ന സർവ്വ മുഅ്മിനീകളെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. രണ്ടാമത് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, രണ്ടാമത്തെ അതേ സഖാവത്തിന്റെ അടയാളം എന്താണ്? അതേ പരാജയത്തിന്റെ അടയാളം എന്താണ്? കഴിഞ്ഞു പോയ കാലയളവിൽ ചെയ്തിരിക്കുന്ന നന്മകളുണ്ടല്ലോ. പടച്ചറബ്ബേ, ഞാൻ പള്ളിക്ക് അങ്ങനെ കൊടുത്തിട്ടുണ്ടല്ലോ, പാവപ്പെട്ടവരെ ഞാൻ ഇങ്ങനെ സഹായിച്ചിട്ടുണ്ടല്ലോ, അങ്ങനെ തുടങ്ങി ജീവിതത്തിൽ ചെയ്തു വെച്ച നന്മകളുണ്ടല്ലോ. ആ നന്മകളെ കുറിച്ച് ഓർമ്മിക്കുന്ന സ്വഭാവമാണോ പരാജയത്തിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ആർക്ക് ചെയ്തു കൊടുത്ത നന്മയാണെങ്കിലും അതങ്ങ് മറന്നു കളയണം. അത് നമ്മൾ ഒരിക്കലും ഓർമ്മിച്ചു വെക്കരുത്. ഓർമ്മിച്ചു വെക്കുന്ന സ്വഭാവക്കാരാരെ സ്വഭാവമാണ് എന്നറിയോ? അത് ഫിർഔനിന്റെ സ്വഭാവമാണ്. മഹാനായ നബിയുല്ലാഹി കലീമുല്ലാഹി മൂസാ അലാ നബിയിനാ അലൈഹിസ്സലാം അവിടത്തേക്ക് ജീവിക്കാൻ കൊട്ടാരത്തിൽ അവസരം കൊടുത്തു. കൊല്ലുന്നാളാണെന്ന് വിചാരിച്ചിട്ടാണോ? അല്ല. ഇസ്ലാം മതത്തെ കൊണ്ടുവന്ന ആളാണെന്ന് വിചാരിച്ചിട്ടാണോ? അല്ല. റബ്ബിന്റെ തീരുമാനം റബ്ബ് നടപ്പാക്കിയതാണ്. നടപ്പാക്കിയപ്പോ ഫിർഔൻ അറിയാതെ അതിൽ കുടുങ്ങിയതാണ്. അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ആ പണിക്ക് നിൽക്കില്ലായിരുന്നു. കുടുങ്ങിപ്പോയ ഫിർഔൻ അവസാനം ഛർദ്ദിച്ചതിലേക്ക് മടങ്ങുന്നത് പോലെ എന്റെ ഭക്ഷണം കഴിച്ച ആളാണല്ലോ മൂസാ നബി അലൈഹിസ്സലാം എന്ന നിലയ്ക്ക് നന്മ ചെയ്തത് ചിന്തിച്ചു പോയി, അവൻ എടുത്തു പറഞ്ഞു പോയി. അയാൾ കേൾക്കുന്ന ഈമാനുള്ള മോമിനെ ഒരിക്കലും നമ്മൾ ചെയ്ത നന്മകൾ എടുത്തു പറയാൻ പാടില്ല. ഒരിക്കലും അതിങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തവനല്ലേ, ഞാൻ ഇങ്ങനെ ചെയ്തു കൊടുത്തവനല്ലേ, എന്നെ പോലെ നാട്ടിൽ ചെയ്തു കൊടുത്തവൻ ആരാണ്, ഇങ്ങനെ ചിന്തിക്കുന്ന സ്വഭാവം മോമിനിന് ഭൂഷണമല്ല, മോമിന് യോജിച്ചതല്ല. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കഴിഞ്ഞ പോലെ കാലയളവിലുണ്ടായ നന്മകളുണ്ടല്ലോ, ആ നന്മകളെ കുറിച്ച് ഇങ്ങനെ ഓർമ്മിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ. ഏതാണ് നന്മ എന്നറിയോ? അവൻ അറിയില്ലല്ലോ. ആ ചെയ്തിരിക്കുന്ന അമൽ റബ്ബിന്റെ അടുക്കൽ മഖബൂലാണോ അല്ല റബ്ബിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടാത്തതാണോ? ഇതറിയാത്ത, എന്താണ് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന റിസൾട്ട് കിട്ടാത്ത, എന്താണ് ഇതിന്റെ അവസ്ഥ എന്നറിയാത്ത അമലുകളെ കുറിച്ച് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ചിന്തിച്ച് സമാധാനം കൊള്ളുന്ന സ്വഭാവം ഉണ്ടല്ലോ. ഓ വാത് കേൾക്കുന്ന മുസ്ലിമേ, മുസ്ലിമിന് യോജിച്ച സ്വഭാവമല്ല അല്ലാഹുവിന്റെ റസൂല് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സുന്നത്തായ കർമ്മമാകട്ടെ, സദഖയാകട്ടെ, ഏതാകട്ടെ. പിന്നെ സക്കാത്തിന്റെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും മുതലാളിയുടെ അവകാശം അല്ല, മറിച്ചോ സക്കാത്ത് എന്ന് പറയുന്നത് പാവപ്പെട്ടവന്റെ അവകാശമാണ്. മുതലാളിയുടെ കയ്യിൽ സക്കാത്ത് കൊടുക്കാൻ മാത്രം സ്വത്തുണ്ടോ? ആ സ്വത്തിന്റെ 2.5% പാവപ്പെട്ടവന്റെ കൂറാണ്, ഫുഖറാഇന്റെ കൂറാണ്. ഖുർആൻ എടുത്ത് പറഞ്ഞ സക്കാത്തിന് അർഹതയുള്ള ആളുകളുണ്ടല്ലോ. സക്കാത്തിന്റെ അർഹത പറയുമ്പോ ഇന്ന് വരെ കമ്മിറ്റിക്കാരെന്നൊരു പേര് കാണാനില്ലല്ലോ. അങ്ങനെ ഇന്ന ആളുകൾക്ക് കൊടുക്കണം എന്നല്ലാതെ പ്രത്യേകിച്ചൊരു ടീമിന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഭരണം നടത്തുന്ന ഭരണാധികാരികൾക്കുള്ള അവകാശത്തെ കൊണ്ടുവന്നിട്ട് ഇന്ത്യ രാജ്യത്ത് നടപ്പാക്കാമെന്ന് ചിന്തിക്കുന്ന പുത്തൻവാദിയുടെ വാക്ക് കേട്ടിട്ട് സക്കാത്ത് കൊടുക്കാൻ നിന്ന് സക്കാത്ത് ബാത്തിലാകുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. സക്കാത്ത് എന്ന് പറഞ്ഞാൽ അത് കൊടുത്ത് വീട്ടേണ്ടതാണ്, അത് കൊല്ലത്തിൽ കൊടുക്കേണ്ടതാണ്. മുതലാളിയുടെ ചാൻസ് നോക്കിയിട്ട് കൊടുക്കേണ്ടതല്ല, മുതലാളിയുടെ അവസരം നോക്കിയിട്ട് കൊടുക്കേണ്ടതല്ല, മുതലാളിക്ക് തോന്നുമ്പോൾ കണക്ക് കൂട്ടേണ്ടതല്ല, വർഷത്തിൽ കൂട്ടിയിട്ട് കൊടുക്കേണ്ടതിനാ സക്കാത്ത് എന്ന് പറയുന്നത്. അത് കൊടുക്കാതെയാണ് നീ നിന്റെ ബിസിനസ് നില
നിലനിർത്തിക്കൊണ്ടു പോകുന്നതെങ്കിൽ 2.5% നിന്റെ ബിസിനസ്സിൽ ആ പാവപ്പെട്ടവൻ കൂറായി പോയി. ഏത് പാവപ്പെട്ടവൻ? സക്കാത്തിന് അർഹതയുള്ള ആളുകളുണ്ടല്ലോ, അവരറിയാതെ നിന്റെ സ്വത്തിൽ കൂറുകൂടുകയാണ്. ഈമാനുള്ള വിശ്വാസിയാണോ? വർഷം തികയുമ്പോൾ സക്കാത്തിന്റെ കണക്ക് കൂട്ടിയിട്ട് സക്കാത്ത് കൊടുക്കണം. അത് പിടിച്ചു വെക്കാൻ നിർവാഹമില്ല. വർഷത്തിൽ കൃത്യമായി കൊടുക്കേണ്ടതാണ് സക്കാത്ത് എന്ന് പറയുന്നത്. അല്ലാതെ പിടിച്ചു വെക്കേണ്ടതല്ല, വാങ്ങിയിട്ട് ബാങ്കിൽ സൂക്ഷിക്കേണ്ടതല്ല, ബാങ്കിൽ സൂക്ഷിച്ച് പലിശ വാങ്ങേണ്ടതല്ല സക്കാത്ത് എന്ന് പറയുന്നത്. മറിച്ചോ വർഷത്തിൽ പാവങ്ങളുടെ അവകാശമാണ് സക്കാത്ത്. അത് കൃത്യമായി കൊടുത്തില്ലെങ്കിലോ, സമയത്ത് കൊടുത്തില്ലെങ്കിലോ, കൊടുക്കേണ്ടത് പോലെ കൊടുത്തില്ലെങ്കിലോ ഈതാ സക്കാത്താകൂല. നിസ്കാരത്തെ നിലനിർത്തുക എന്നാണ് പറഞ്ഞത്. പറഞ്ഞത് സക്കാത്തിനെ കൊടുത്തു വീട്ടലാണ്. കൊടുത്തിട്ട് വീട്ടിയാലേ അത് വീടുകയുള്ളൂ. അതേ ഏൽപ്പിക്കപ്പെടാൻ അർഹതയുള്ളവരല്ലാത്ത ഏതെങ്കിലും പേര് പറയാൻ കഴിയാത്ത ഒരു വ്യക്തിയിൽ ഒതുങ്ങാത്ത ആളുകൾ ഏൽപ്പിച്ചാൽ ആ സക്കാത്ത് പൂർത്തിയാകൂല. അങ്ങനെ സക്കാത്ത് കൊടുക്കുന്ന മനസ്സ് നമുക്കില്ലാതെ പോയാൽ പാവങ്ങൾ നമ്മളെ കൂതേ ബിസിനസ്സിൽ കൂറുകൂടാനത് കാരണമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. വിശദമായി ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല, സമയ ചുരുക്കം കൊണ്ട് ഞാൻ അങ്ങ് ചുരുക്കട്ടെ. കേൾക്കുന്ന ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ അവനിക്ക് എന്റെ സക്കാത്ത് കൊടുത്തിട്ടല്ലേ ഓൻ വീടുണ്ടാക്കിയത് എന്ന ചിന്ത വച്ചൂല. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ എന്റെ സക്കാത്ത് കൊടുത്തിട്ടല്ലേ ഓന്റെ ജീവിതം നയിക്കുന്നത് എന്ന് ചിന്തിക്കാൻ നിർവാഹമില്ല എന്നാ പറഞ്ഞത്. 2.5% നിന്റെ മുതലാളിയുടെ സ്വത്തിന്, അതേ അവന് കൂടെ കൊടുക്കേണ്ട ലാഭത്തിൽ 2.5% കൊടുക്കേണ്ടതുണ്ടല്ലോ. അതിൽ പാവപ്പെട്ടവന്റെ അവകാശം